ഹലോ മൈ വേർഡ് മൈ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഈസി പിസ്സ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഫുഡാണല്ലോ അല്ലേ നമ്മുടെ പിസ്സ. അപ്പോൾ നമുക്ക് പിസ്സ എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ബ്രെഡിലാണ് കേട്ടോ. ഇത് നമ്മുടെ മൈദയും അങ്ങനെ മാവൊന്നും വെച്ചിട്ടല്ല, പെട്ടെന്ന് നമ്മുടെ മക്കൾ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പിസ്സ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം കേട്ടോ. ഒരു 8 പീസ് ബ്രെഡാട്ടോ ഞാൻ അതിന് എടുത്തിട്ടുള്ളത്. പിന്നെ 3 കളറിലുള്ള ക്യാപ്സിക്കോ, പിന്നെ കുറച്ച് കോണും ബട്ടറും മഷ്റൂമും, പിന്നെ കുറച്ച് ചീസും, പിന്നെ മൊസറല്ല ചീസും കുറച്ച്, പിന്നെ കുറച്ച് സോസ് 2-3 ഐറ്റം സോസും, പിന്നെ സോസേജും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യം 4 ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ കയറ്റി വെച്ച് നമ്മളിങ്ങനെ അതിങ്ങനെ പ്രസ് ചെയ്ത് അതിങ്ങനെ നമ്മുടെ ഒരു വലിയ ഷീറ്റ് പോലെ ആക്കിയെടുക്കണം കേട്ടോ. ഒന്നൊന്നും ഇങ്ങനെ ഒട്ടിച്ചത് അങ്ങനെ ഒന്നിൽ കയറ്റി വെച്ചാൽ തന്നെ അതങ്ങനെ എന്നിട്ട് നല്ല പോലെ പരത്തി കൊടുത്താൽ തന്നെ അതങ്ങനെ ഒരു ഷീറ്റ് പോലെ നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ ഇതിൽ കാണിക്കണ പോലെ കേട്ടോ. അപ്പോൾ നമുക്കിത് അങ്ങനെ ഇതുപോലെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള 2 ഷീറ്റാട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ മൊത്തം 8 ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ 2 ഷീറ്റാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഒരു ഷീറ്റും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇതുണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. 4 ബ്രെഡുകൾ ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായി കയറ്റി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. നമ്മുടെ ഈ പത്തിരി പരത്തുന്ന കോയിലുണ്ടാവില്ലേ, അതുകൊണ്ടൊക്കെ നമ്മളൊന്ന് പരത്തി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ 2 ലെയറും അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് ഒരു 4 സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കണം കേട്ടോ. ആ ബ്രെഡിൻ്റെ അതിൽ ആ ഒരു വലുപ്പത്തിൽ തന്നെയുള്ള സ്ലൈസ് ചീസാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ 4 ചീസ് വെച്ചെടുത്തിട്ട് ഇനി അതിൻ്റെ മുകളിൽ നമ്മുടെ അടുത്ത ലെയർ വെച്ച് കൊടുക്കണം. ബ്രെഡ് മാറ്റി വെച്ചിട്ടില്ലേ, ആ ലെയർ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ചീസ് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ വെച്ചിട്ട് ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് സോസുകൾ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫ്രഞ്ച് ഡ്രസ്സിങ് സോസും, പിന്നെ അതുപോലെ തന്നെ മയോനസിൻ്റെ ഹോട്ട് ആൻഡ് സ്പൈസി സോസും, പിന്നെ എടുത്തിട്ട് നമ്മൾ സാധാരണ നോർമൽ സോസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ കുറച്ച് പിസ്സ സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാ സോസുകളും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ബ്രെഡിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നോർമൽ മയോനസില്ലേ അതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മയോനസിൻ്റെ കുറവുണ്ടായപ്പോൾ ഞാൻ ഇത്തിരി മയോനസും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ സോസുകൾ അതുപോലെ മയോനസൊക്കെ ഉള്ളത് നമുക്ക് ഏത് ടേസ്റ്റ് നമുക്ക് ഏത് ഇഷ്ടമുള്ളത് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ എൻ്റെ അടുത്തുള്ള സോസുകൾ വെച്ച് ചെയ്തു എന്നുള്ളൂ. നമ്മുടെ കയ്യിൽ ഏത് സോസാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഏത് സോസിനോടാ ടേസ്റ്റ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാൻ നമ്മുടെ ക്യാപ്സിക്കം 3 കളറിലുള്ള ക്യാപ്സിക്കം ഞാനിങ്ങനെ വട്ടത്തിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോസേജും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകരം നമ്മൾ സോസേജിന് പകരം നമുക്ക് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ വെച്ച് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ അത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ബീഫ് ആണെങ്കിൽ ബീഫ് വെച്ച് കൊടുക്കുക. ഞാൻ സോസേജാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ എൻ്റെ മക്കൾക്ക് സോസേജിൻ്റെ ആളുകളാണ്. അവർക്ക് അതുണ്ടായാൽ പിന്നെ ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനുശേഷം ഞാൻ ആഡ് ചെയ്തത് നമ്മുടെ മഷ്റൂം ഉണ്ടല്ലോ, മഷ്റൂമാണ് കേട്ടോ. മഷ്റൂം ഞാൻ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് കണ്ട് അതിൻ്റെ ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ആ ഒരു കട്ട് പോലെ ഉണ്ടാവുമല്ലോ അത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്തത് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കോണാണ് കേട്ടോ. അത് ഞാൻ ആദ്യം വേവിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ളതാണ് മൊസറല്ല ചീസ് ഉണ്ടല്ലോ, അത് കുറച്ച് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മൊസറല്ല ചീസില്ല സാധാ ചീസാണെങ്കിൽ അതാവാം. ഇതാണ് ഒന്നും കൂടെ നന്നായിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ വലിക്കുമ്പോൾ നല്ല ഇങ്ങനെ നീണ്ടു വരുമല്ലോ ഈ മൊസറല്ല ചീസാവുമ്പോൾ. അപ്പോൾ അതാണ് ഒന്നും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇട്ടത് ഞാൻ കുറച്ച് ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് ഞാൻ അതിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലാട്ടോ നമ്മളിത് വെക്കേണ്ടത്. ഇനിയിപ്പോൾ ഇത് ഞാൻ ഇവിടെ കാണിക്കാൻ കാരണം നമ്മുടെ സാധാരണക്കാർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതുള്ളൂ, ഓവനൊന്നും ഇല്ലാത്തവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് പാനിൽ തന്നെ ചെയ്തത്. എൻ്റെ അടുത്ത് ഓവനുണ്ട്, പക്ഷെ എന്നാലും ഞാൻ ഇത് ഓവൻ ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിച്ചതാണ് കേട്ടോ. ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ച് കൊടുത്താലും മതി.
ഞാനിതൊരു 6 മിനിറ്റോളം ആട്ടോ വെച്ചത്. അപ്പോൾ നമുക്ക് നല്ല പോലെ ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ബ്രെഡ് ചീസ് പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ്. അപ്പോൾ നമ്മുടെ ഓവൻ ഇല്ലാത്തവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പാനിൽ വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്സിന് പകരം ഇതൊക്കെ കൊടുത്ത് വിടാം കേട്ടോ. വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്ക് എല്ലാവരുടെ അടുത്തും ബായ്.